ഇസ്രയേലിനെ തറപറ്റിക്കാൻ ഇറങ്ങിയവർക്ക് അടിപതറിയതോടെ ഇനി കാലുപിടിക്കാം എന്ന നിലപാടിൽ ഹമാസ് നേതാക്കൾ. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ ഈജിപ്ത് യാത്ര യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ്. ഗാസയിൽ നടക്കുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ സംബന്ധിച്ചും തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതിനുമായുള്ള ചർച്ചകൾക്കുമായാണ് ഇസ്മായിൽ ഹനിയ ഈജിപ്തിൽ എത്തിയിരിക്കുന്നത്. ഗാസ മുനമ്പിലെ ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്നാണ് ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. കെയ്റോയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാനുമായി ഇസ്മായിൽ ഹനിയ ദോഹയിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല. ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമാൽ ഉൾപ്പെടെ ഉള്ളവരുമായി ഇസ്മായിൽ ഹനിയ ചർച്ച നടത്തും. ആക്രമണവും യുദ്ധവും നിർത്തലാക്കുന്നതിനും തടവുകാരെ വിട്ടയക്കുന്നതിനുമുള്ള കരാർ തയ്യാറാക്കുന്നതും ഗാസ മുനമ്പിൽ ഏർപ്പെടുത്തിയ ഉപരോധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചും ഹനിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ച നടത്തും. അതിനിടെ കൂടുതൽ തടവുകാരെ മോചിപ്പിക്കുന്നതിനായി ഹമാസുമായി പുതിയ താൽക്കാലിക ഉടമ്പടി അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പറഞ്ഞു. ഗാസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും യുദ്ധാനന്തര ഭാവിയെക്കുറിച്ച് ഹമാസിന്റെ നേതാക്കൾ ഹമാസിന്റെ മറുവിഭാഗമായ ഫത്താഹുമായി ചർച്ച നടത്തിയതായി വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെടിനിർത്തൽ സംബന്ധിച്ച് മൊസാദും സിഐഎയും ഖത്തർ പ്രധാനമന്ത്രിയുമായി തിങ്കളാഴ്ച വാഴ്സോയിൽ നടത്തിയ ചർച്ചകൾ ഗുണപ്രദമായിരുന്നു എന്നും ഇത് ഫലപ്രാപ്തിയിലേക്ക് നീങ്ങുന്നതായും അൽ ജസീറ ചാനലും റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയിൽ ഇസ്രായേൽ സൈന്യം കിരാതമായ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നാണ് മറ്റൊരു റിപ്പോർട്ട്. ജബലിയയിൽ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം 50ഓളം പേരെ കൊലപ്പെടുത്തി. വടക്കൻ ഗാസയിലെ ജബാലിയ മെഡിക്കൽ സെന്ററിൽ രാവിലെ മുതൽ 46 മൃതദേഹങ്ങളാണ് കൊണ്ടുവന്നത്. പരിക്കേറ്റ 110 പേരെ മെഡിക്കൽ സെന്ററിൽ എത്തിച്ചതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയ ഡയറക്ടർ ജനറൽ പറഞ്ഞു. ഇസ്രായേൽ സൈന്യം ബോംബെറിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഡസൻ കണക്കിന് പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് മുനീർ അൽ ബുർഷ് കൂട്ടിച്ചേർത്തു. ജബാലിയ അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം 1 ഡസനിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ വർഷങ്ങളായി വേട്ടയാടുന്ന ഹമാസിന്റെ ഖസാം ബ്രിഗേഡ്സിന്റെ തലവൻ മുഹമ്മദ് ദീഫ് ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രശ്നവുമില്ല എന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വീൽചെയർ പോലും ഉപയോഗിക്കുന്നില്ല എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഗാസ മുനമ്പിൽ നിന്നും ചിത്രീകരിച്ച വീഡിയോയിലാണ് ഇക്കാര്യമുള്ളത്. ഇതുവരെ 7 വധശ്രമങ്ങളിൽ നിന്നാണ് അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇസ്രായേലുമായുള്ള പോരാട്ടത്തിനിടെ അടിപതറി തുടങ്ങിയതോടെ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഹമാസിന്റെ നീക്കങ്ങൾ. ഗാസ മുനമ്പിൽ ഏർപ്പെടുത്തിയ ഉപരോധം അവസാനിപ്പിക്കുന്നതിനും തടവുകാരെ വിട്ടയക്കുന്നതിനുള്ള കരാർ രൂപപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾ എത്രമാത്രം ഫലപ്രദമാകും എന്ന് അടുത്ത ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലാണ് നേരത്തെ നടപ്പിലാക്കിയത്. നിലവിൽ ഹമാസിന്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ അവരുടെ സൈന്യത്തെ പിൻവലിക്കുക, ഗാസയിലെ ജനങ്ങളെ തിരികെ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് വിവരം. ഒക്ടോബർ 7-ന് ഇരുപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചതിനു ശേഷം ഇത് 2ാം വട്ടമാണ് ഹനിയ ഈജിപ്ത് സന്ദർശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.